ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 4 എക്സസൈസ് സെറ്റ് 4.3 ക്വസ്റ്റ്യൻ നമ്പർ 3 മുതലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എക്സ്പാൻഡ് ദ ഫോളോയിങ് യൂസിങ് ദി ഐഡൻറ്റിറ്റി എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പി നമുക്ക് എന്തായിട്ട് എടുക്കാം? പിയെ നമുക്ക് എ ആയിട്ട് എടുക്കാം, 3Qനെ ബി ആയിട്ട് എടുക്കാം, 7R സി ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുക. 3P പ്ലസ് 3Q പ്ലസ് 7R ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എടുത്തെഴുതിക്കോണം എളുപ്പം ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് എന്തെഴുതാം? എ സ്ക്വയർ. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ പി ആണ്. പേയ്ക്ക് പകരം നമ്മൾ പി എഴുതി, പി സ്ക്വയർ പ്ലസ് ഇനി അടുത്തത് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് ഇവിടെ 3Q ആണ്. അപ്പോൾ 3Q ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് സി സ്ക്വയർ. സി എന്ന് പറയുന്നത് 7R ആണ്. അപ്പോൾ 7R ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 2ab ആണ്. അപ്പോൾ 2 ഇൻറ്റു എ ഈസ് പി, ബി ഈസ് 3Q പ്ലസ് അടുത്തത് 2bc. അപ്പോൾ 2 ഇൻറ്റു ബി ഈസ് 3Q ആൻഡ് സി ഈസ് 7R പ്ലസ് അടുത്തത് 2ca. അപ്പോൾ 2 ഇൻറ്റു സി ഈസ് 7R, എ ഈസ് പി ഇസ് ഈക്വൽ ടു പി സ്ക്വയറിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അടുത്തത് 3Q ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 3യുടെ സ്ക്വയർ എഴുതണം, ദാറ്റ് ഈസ് 9. Qവിൻ്റെ സ്ക്വയർ Q സ്ക്വയർ. അടുത്തത് 7R ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 7ൻ്റെ സ്ക്വയർ 49R സ്ക്വയർ പ്ലസ് ഇനി ഇതിനെ നമ്മൾ എല്ലാത്തിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു 2 6PQ പ്ലസ് അടുത്തത് ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നമ്പേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, വേരിയബിൾസിനെ അതേപോലെ എഴുതുക. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 7 42. പിന്നുള്ളത് Qവും Rഉമാണ്, അത് നമ്മൾ അതേപോലെ എഴുതുന്നു. അടുത്തത് 7 ഇൻറ്റു 2 14RP. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഐഡൻറ്റിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 3x മൈനസ് 2y പ്ലസ് 4z ദ ഹോൾ സ്ക്വയർ. ഇതിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി ഇവിടെ ഒരെണ്ണം നെഗറ്റീവാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കതിനെ പ്ലസ് ആക്കി എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ 3x പ്ലസ് നെഗറ്റീവ് 2y ബി ആയിട്ട് എടുക്കുക കേട്ടോ, പ്ലസ് 4z ദ ഹോൾ സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് 3x, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് 2y, സി എന്ന് പറയുന്നത് 4z. ഇനി നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിറ്റി വേണമെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് എഴുതിക്കോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2bc പ്ലസ് 2ca. ക്വസ്റ്റ്യൻ നിങ്ങളൊന്നുകൂടെ എടുത്തെഴുതുക. 3x മൈനസ് 2y പ്ലസ് 4z ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. എ ഈസ് 3x. അപ്പോൾ 3x ദി ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് ബി സ്ക്വയർ. ബി എന്താണ്? നെഗറ്റീവ് 2 ആണ്. അപ്പോൾ നെഗറ്റീവ് 2y ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് സി സ്ക്വയർ. സി ഈസ് 4z ദി ഹോൾ സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ 2 ഇൻറ്റു എ ഈസ് 3x, ബി ഈസ് നെഗറ്റീവ് 2y പ്ലസ് അടുത്തത് 2bc. ഇപ്പോൾ 2 ഇൻറ്റു ബി ഈസ് നെഗറ്റീവ് 2y, സി ഈസ് 4z പ്ലസ് അടുത്തത് 2ca. ഇപ്പോൾ 2 ഇൻറ്റു സി ഈസ് 4z, എ ഈസ് 3x. ഇത് വരും 3യുടെ സ്ക്വയർ 9, എക്സിൻ്റെ സ്ക്വയർ x സ്ക്വയർ. അപ്പോൾ 9x സ്ക്വയർ. അടുത്തത് നെഗറ്റീവ് 2ൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് തന്നെ കിട്ടും. അപ്പോൾ എന്ത് വരും? 4y സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ 16z സ്ക്വയർ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്പേഴ്സിനെ എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 3 × 2 6, 6 × 2 12.
അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈനുണ്ട്, അതുകൊണ്ട് -12xy. അടുത്തത് 2 ഇൻറ്റു -2 -4, -4 ഇൻറ്റു 4 -16yz. അപ്പോൾ സൈൻ നോക്കി നിങ്ങൾ ചെയ്യുക കേട്ടോ. അടുത്തത് 4 ഇൻറ്റു 2 8, 8 3s are 24xz. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി അടുത്തത് 4th ക്വസ്റ്റ്യൻ. Is this an identity? A plus b minus c the whole square plus a minus b plus c the whole square plus a minus b minus c the whole square is equal to 2a square plus 2b square plus 2c square. ഇത് ഒരു ഐഡൻറ്റിറ്റി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഐഡൻറ്റിറ്റി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ LHSനെ സിംപ്ലിഫൈ ചെയ്യുന്നു. LHSനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? RHS കിട്ടണം. അപ്പോൾ LHS നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഈ RHSൽ സെയിം ആണോ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ LHS നിങ്ങളൊന്ന് എടുത്തെഴുതുക. LHS ഈസ് ഈക്വൽ ടു എന്താണ്? a പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് a മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നിങ്ങൾ a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പോൾ ഓരോന്നിനും നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് വേണം അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാൻ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ എ സ്ക്വയർ എന്താണ്? a പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ. a പ്ലസ് ബി പ്ലസ് സി the whole square is equal to a square plus b square plus c square plus 2ab plus 2bc plus 2ac. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ എഴുതി വെച്ചിട്ട് ഡൗട്ടുള്ളവർ അത് നോക്കി എഴുതുക. അപ്പോൾ a പ്ലസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ, ഇവിടെ എന്താക്കാം? ഇതിനെ a പ്ലസ് ബി പ്ലസ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കും. ലാസ്റ്റ് ടേം എടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് സി ആണ് എടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് വരും? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് നെഗറ്റീവ് സി സ്ക്വയർ പ്ലസ് അടുത്തത് 2ab. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു a ഇൻറ്റു ബി പ്ലസ് അടുത്തത് 2bc. അപ്പോൾ 2 ഇൻറ്റു ബി ഇൻറ്റു നെഗറ്റീവ് സി പ്ലസ് അടുത്തത് 2ac അല്ലെങ്കിൽ 2ca. അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് സി ഇൻറ്റു എ. ഇതാണ് ഫസ്റ്റ് വണ്ണിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഇനി അടുത്തത് സെക്കൻഡ് വൺ, a മൈനസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അന്നേരം നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ a സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് അടുത്തത് 2ab. അപ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു നെഗറ്റീവ് ബി പ്ലസ് അടുത്തത് 2bc. അപ്പോൾ 2 ഇൻറ്റു നെഗറ്റീവ് ബി ഇൻറ്റു സി പ്ലസ് അടുത്തത് 2ac. അപ്പോൾ 2 ഇൻറ്റു സി ഇൻറ്റു എ പ്ലസ് ഇനി അടുത്തത് മൂന്നാമത്തത് a മൈനസ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? a സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ബി സ്ക്വയർ പ്ലസ് നെഗറ്റീവ് സി സ്ക്വയർ പ്ലസ് അടുത്തത് 2ab. അപ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു നെഗറ്റീവ് ബി പ്ലസ് അടുത്തത് 2bc. അപ്പോൾ 2 ഇൻറ്റു ബിയും നെഗറ്റീവാണ് സിയും നെഗറ്റീവാണ് പ്ലസ് അടുത്തത് 2ac. അപ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു സി നെഗറ്റീവാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ ഇടുക. ഇങ്ങനെ നമുക്ക് കിട്ടി ഇസ് ഈക്വൽ ടു. ഇനി ഇതിൻ്റെ എല്ലാം എന്താ പറയുന്നത്? നെഗറ്റീവ് സൈനുകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതുപോലെ എഴുതുന്നു. ഇവിടെ നെഗറ്റീവ് സി സ്ക്വയർ എന്തായിട്ട് വരും? സി സ്ക്വയർ ആയിട്ട് തന്നെ വരും പ്ലസ് 2ab. ഇവിടെ നോക്കിയേ സി നെഗറ്റീവാണ്, അതുകൊണ്ട് ഇവിടുത്തെ പ്ലസ് സൈൻ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. 2bc. ഇവിടെയും സി നെഗറ്റീവാണ്. അപ്പോൾ 2 ഇൻറ്റു നെഗറ്റീവ് സി ഇൻറ്റു എ എന്ന് പറയുമ്പോൾ ഈ ടേമും നെഗറ്റീവ് 2ac ആയിട്ട് മാറും പ്ലസ് ഇനി ഇവിടുത്തെ നമ്മൾ എഴുതുന്നു. ഇവിടെയും a സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ബിയുടെ സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. നിങ്ങൾ തെറ്റാതെ ഓരോ ടേമുകളും ശ്രദ്ധിച്ചെഴുതുക. എഴുതുന്ന ടേമുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം കേട്ടോ.
ഇവിടെ ബി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇതെന്തായിട്ട് മാറും? നെഗറ്റീവ് 2ab. ഇവിടെയും ബി നെഗറ്റീവ് ആണ്, അപ്പം നെഗറ്റീവ് 2bc പ്ലസ് 2ca പ്ലസ് ഇവിടെയും സ്ക്വയർ വരുന്ന നെഗറ്റീവ് എല്ലാം പോസിറ്റീവായിട്ട് മാറും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഇവിടെ നിങ്ങൾ സൈൻ ഇടുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക കേട്ടോ. ബി നെഗറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് 2ab. ഇവിടെ 2 നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ ആ നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആകും. അപ്പോൾ ഇത് പ്ലസ് 2bc ആണ്. 2 നെഗറ്റീവ് സൈൻ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് മാറും കേട്ടോ. ഇനി ഇവിടെ സി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് 2ac. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് അതെല്ലാം പോസിറ്റീവാണ് അല്ലേ. ഇവിടെ ഒരു എ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ 3 എ സ്ക്വയർ ഉണ്ട്, അത് 3ഉം കൂടെ 3a സ്ക്വയർ ആകും. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതുന്ന ടേമുകളൊന്ന് ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ബി സ്ക്വയർ ബി സ്ക്വയർ ബി സ്ക്വയർ, അപ്പോൾ 3ഉം കൂടെ ആഡ് ചെയ്താൽ 3b സ്ക്വയർ. അടുത്തത് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ത് വരും? 3c സ്ക്വയർ. ഇനി ബാക്കിയുള്ളത് നോക്കുക. ഇവിടെ 2ab പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, അപ്പോൾ ഇത് ക്യാൻസലായിട്ട് പോവും. ഇവിടെ ഇനി ഒരു 2ab ഉണ്ടല്ലേ, അത് നമുക്ക് മൈനസ് 2ab. ഇനി 2bcയോ നെഗറ്റീവ് 2bc നെഗറ്റീവ് 2bc പോസിറ്റീവ് 2bc, അപ്പോൾ ഒരു നെഗറ്റീവ് 2bcയും ഒരു പോസിറ്റീവ് 2bcയും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെയുള്ള നെഗറ്റീവ് 2bc നമ്മൾ എഴുതി. അപ്പോൾ എഴുതുന്ന ടേമുകളെ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നെഗറ്റീവ് 2ac, ഇത് പോസിറ്റീവ് 2ac, അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ഇവിടെ ഒരു നെഗറ്റീവ് 2ac ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതുന്നു നെഗറ്റീവ് 2ac. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 3a സ്ക്വയർ പ്ലസ് 3b സ്ക്വയർ പ്ലസ് 3c സ്ക്വയർ മൈനസ് 2ab മൈനസ് 2bc മൈനസ് 2ac എന്ന് കിട്ടി. RHS ആണോ നമുക്ക് കിട്ടിയത്? അല്ല. ഇവിടെ RHS എന്താണ്? RHS ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ പ്ലസ് 2c സ്ക്വയർ. നമുക്ക് കിട്ടിയ LHSഉം RHSഉം ഈക്വൽ അല്ല. LHS നോട്ട് ഈക്വൽ ടു RHS. അപ്പോൾ സിൻസ് LHS നോട്ട് ഈക്വൽ ടു RHS, ദ ഗിവൺ ഇക്വേഷൻ ഈസ് നോട്ട് ആൻ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ LHS ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് RHS ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സസൈസ് സെറ്റ് 4.3 കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.